എൽ ക്ലാസിക്കോ മത്സരം എന്ന് പറയുന്നതിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ് ഒട്ടും തന്നെ കുറയ്ക്കാത്ത ഒരു മികച്ച ഒരു മത്സരം തന്നെയായിരുന്നു ചെന്നൈയും അതുപോലെ തന്നെ മുംബൈയും തമ്മിലുള്ള മത്സരം. അതും വാങ്കഡെ സ്റ്റേഡിയത്തിൽ പോയാണ് ചെന്നൈ ജയിച്ചു എന്നുള്ളത്. അതും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ടോസ് സമയത്ത് ടോസ് കിട്ടുന്നവർ ഏകദേശം ജയിക്കും എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് അവിടുത്തെ മത്സരങ്ങളിലെല്ലാം നമ്മൾ കണ്ടുവരുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു കാര്യത്തിൽ ഇപ്പം മുംബൈക്ക് ടോസ് കിട്ടിയിട്ട് നേരെ ചെന്നൈയെ ബാറ്റിങ്ങിന് വിടുകയാണ്. അപ്പം അവിടെയും പ്രതികൂലമായിട്ടുള്ളത് ചെന്നൈക്കാണ്. പക്ഷേ എന്നിട്ട് പോലും അവര് അത്രയും ഇപ്പം 200-206 റൺസാണ് ചെന്നൈ എടുത്തിരുന്ന സ്കോർ. പക്ഷേ അവിടെ കളിച്ചിട്ടുള്ള കളികളിൽ 235 റൺസ് എടുത്തിട്ടുണ്ട്. അതായത് ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ 235 ഡൽഹിയായിട്ട് എടുത്തിട്ടുണ്ട്. ആർ സി ബി ആയിട്ട് വാങ്കഡയിൽ മത്സരം വന്നിട്ടുണ്ട്. അന്ന് 196 റൺസ് എടുത്തത് മുംബൈ ഏകദേശം 15.3 ഓവറിൽ അത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം അശ്വിൻ പറഞ്ഞ അശ്വിന്റെ ആ ഒരു വീഡിയോയില്ല, നമ്മുടെ രവിചന്ദ്രൻ അശ്വിന്റെ ചാനലിനകത്ത് അദ്ദേഹം ഇട്ടൊരു വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ 235 അടിച്ച മത്സരത്തിന് ശേഷം ജസ്പ്രീത് ബുംറയോട് സംസാരിക്കുകയും അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഞങ്ങളിവിടെ പ്രാക്ടീസ് മത്സരങ്ങളാണ് വെക്കാറുള്ളത്, അല്ലെങ്കിൽ പ്രാക്ടീസ് ആയിട്ട് വെക്കത്തില്ല, പ്രാക്ടീസ് മത്സരങ്ങളാണ് വെക്കാറുള്ളത്. ആ പ്രാക്ടീസ് മത്സരങ്ങളിൽ ഞങ്ങൾ ഏകദേശം 280-260 ആ ഒരു റേഞ്ചിലോട്ട് സ്കോറുകൾ പോകുന്നുണ്ട്. അപ്പൊ അത്രയും കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അവർക്കത്. പക്ഷെ ആ ഒരു സ്ഥലത്ത് പോലും 206 റൺസ് എന്നുള്ളൊരു ടോട്ടല് അവിടെ അത് വലിയ, കാരണം ചെറിയ ഗ്രൗണ്ടാണ്, അവിടെ അത് വലിയ സ്കോറാണെന്ന് പറയാനും പറ്റില്ല. അതുപോലെ തന്നെ മുംബൈയുടെ ഹോം ഗ്രൗണ്ടും കൂടെയാണ്. പക്ഷെ എന്നിട്ട് പോലും ചെന്നൈ സൂപ്പർ കിങ്സ് ജയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയൊരു ടീം വർക്കിന്റെ തന്നെ ഒരു ഇത് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഋതുരാജ് ക്യാപ്റ്റൻസി അദ്ദേഹം വളരെ കൂളായിട്ട് കാര്യങ്ങൾ ഇത് ചെയ്തു. നമ്മുടെ ധോണിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഋതുരാജിനെ നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം വളരെ നീറ്റായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ ബാറ്റിങ്ങും ഒരു രക്ഷയില്ലാത്ത ബാറ്റിങ്ങും. നമുക്ക് അതിലോട്ട് വരാം. തുടക്കം രഹാനെ ഓപ്പണിംഗിൽ ഋതുരാജിനെ മാറ്റിയിട്ട് രഹാനെ കൊണ്ടുവന്നു. ആ ഒരു തീരുമാനം പാളിപ്പോകുന്ന രീതിയിലാണ് കണ്ടുവന്നത്. കാരണം രഹാനയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ പോയി അദ്ദേഹം പെട്ടെന്ന് ഔട്ടായിപ്പോയി. രച്ചിൻ രവീന്ദ്ര കഴിഞ്ഞ 3-4 മത്സരങ്ങളായിട്ട് അദ്ദേഹത്തിന് കളിക്കാൻ വേണ്ടുന്ന പോലെ കളിക്കാൻ കഴിയുന്നില്ല. പക്ഷേ വൺ ഡൗൺ ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഋതുരാജ് ഗെയ്ക്വാദ് ക്യാപ്റ്റന്റെ ആ ഒരു ഇന്നിങ്സ് വളരെ ബ്രില്യന്റ് ആയിരുന്നു. 40 ബോളിൽ 69 റൺസ് നല്ല രീതിയിൽ തന്നെ കളിച്ചു. അതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം ശുഭൻ ദുബെ വന്നാൽ ശുഭൻ ദുബെക്ക് സ്പിന്നിനെ കൊടുക്കില്ല എന്നുള്ളൊരു തീരുമാനം മുംബൈ ഇന്ത്യൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശുഭൻ ദുബെ വന്നതിന് ശേഷം മൊത്തം പേസ് ബോളേഴ്സിനെ കൊണ്ടാണ് എറിയിപ്പിച്ചത്. അപ്പം അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അപ്പോൾ ശിവൻ ദുബൈക്ക് ഈ തവണ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ അത് വേണ്ടുന്ന പോലെ കളിക്കാൻ കഴിയില്ല. കാരണം സ്പിന്നാണല്ലോ അദ്ദേഹത്തിന്റെ മെയിൻ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിന്നിനെ കിട്ടി അച്ചം പൂച്ച അടിച്ചു കളയുക, അതുപോലെയാണ് ശിവൻ ദുബൈ. അപ്പം ഇവിടെ കൊടുക്കാതിരുന്നപ്പോഴത്തേനും അതായത് ഒരു പ്ലാൻ എ ശിവൻ ദുബൈക്കെതിരെ മുംബൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ ശിവൻ ദുബൈക്ക് ഒരു പ്ലാൻ ബി ഉണ്ടായിരുന്നു എന്നാണ് പറയേണ്ടി വരുന്നത്. അല്ലെങ്കിൽ CSKക്ക് ഒരു പ്ലാൻ ബി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. രണ്ട് രീതിയിൽ നമുക്ക് ഒരു പ്ലാൻ ബി അവിടെ വർക്കൗട്ട് ആയിട്ടുണ്ട്. കാരണം ശുഭൻ ദുബെ സ്പിന്നിനെ കളിക്കും എന്നുള്ളതിനേക്കാൾ ഉപരി എനിക്ക് പേസ് ബോളേഴ്സിനെ കളിക്കാൻ കഴിയും എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു മത്സരമായിരുന്നു അത്. കാരണം പേസ് ബോളേഴ്സ് ഇല്ലാത്തതിന്റെ ഒരു കുറവും ശുഭൻ ദുബെ വരുത്തിയിട്ടില്ല. അത്രയും മികച്ച രീതിയിൽ തന്നെ പേസ് ബോളേഴ്സിനെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് ശുഭൻ ദുബെയുടെ ഒരു പ്ലസ്. അതാണ് ശുഭൻ ദുബെയുടെ ഒരു പ്ലാൻ ബി. ഇനി CSKയുടെ പ്ലാൻ ബി ആണെങ്കിൽ ശുഭൻ ദുബെക്കെതിരെ അവർ അങ്ങനെ ഒരു പ്ലാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവിടെ ശരി ശുഭൻ ദുബെ കളിക്കണ്ട, അവിടെ കളിക്കാൻ ക്യാപ്റ്റനായിട്ടുള്ള ഞാനുണ്ടെന്നുള്ള രീതിയിൽ ഋതുരാജ് ഗെയ്ക്വാദ് ആ ഒരു സ്ഥാനം ഏറ്റെടുത്തു. അദ്ദേഹം പതിവില് വിപരീതമായിട്ട് അദ്ദേഹം അറ്റാക്കിംഗ് ശൈലിയിലോട്ട് വന്നു. അത് രണ്ടും ചെന്നൈക്ക് ഒരു പോസിറ്റീവ് കാര്യങ്ങളാണ്. പിന്നെ അതിനകത്ത് എടുത്തു പറയേണ്ടത് മിച്ചൽ ഭയങ്കര നിരാശപ്പെടുത്തി. പിന്നെ എടുത്തു പറയേണ്ടത് മഹേന്ദ്ര സിംഗ് ധോണിയുടെ ആ ഒരു ഫിനിഷിംഗ് ആണ്. അത്രയും ഒരു എന്താ പറയുക, ആകെ ഫേസ് ചെയ്തത് 4 ബോള്, അതിൽ 3 ബോള് 6 എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു ഡ്രീം ആണ്. ഒരു സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു ഫിനിഷിംഗ് ഒക്കെ അങ്ങനെ പറയേണ്ടി വരും, അത്രയും മികച്ച രീതിയിൽ. പിന്നെ ഹർദിക്കിന്റെ കാര്യം തന്നെ പറയണം. അദ്ദേഹം ഹർദിക്ക് ആയതുകൊണ്ടാണ് അത്രയും ഒരു അടി അവിടെ പോയെന്ന് എന്റെ പേഴ്സണൽ അഭിപ്രായം. ഹർദിക്ക് അവിടെ ബോൾ ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ വേറെ ആരാണെങ്കിലും ഇത്ര റൺസ് പോകില്ല. ഒരു പക്ഷേ ഒരു 2 6 മാക്സിമം പോയ 2 6 അതിനകത്ത് നിന്നേനെ. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, ധോണിക്കെതിരെ ആരെങ്കിലും ലെങ്ത് ബോളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അങ്ങനെയുള്ള എന്തെങ്കിലും ബോൾ ഇറങ്ങിട്ട് വല്ല കാര്യമുണ്ടോ? യോർക്കർ എറിയുക, അത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ ഒരു പക്ഷേ അടി പോവില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ധോണിക്കെതിരെ. ബാക്കി എവിടെ എറിഞ്ഞാലും ധോണിയുടെ ബാറ്റിന്റെ എവിടെയെങ്കിലും കൊണ്ടാൽ മതി, അത് ബൗണ്ടറിയുടെ അപ്പുറത്ത് എന്തായാലും പോകും. പിന്നെ പ്രത്യേകിച്ച് ഈ വാങ്കഡെ സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഗ്രൗണ്ടാണ്. അപ്പോൾ അവിടെ ധോണി ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ തട്ടി വിട്ടാൽ മതി ആ ഗ്രൗണ്ടിന് വെളിയിൽ പോകാനായിട്ട്. അപ്പോൾ അത്രയും പവറുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ അടുത്ത് ബോളിംഗ് ചെയ്തിട്ടുള്ള ഹർദിക്കിന്റെ സത്യം പറഞ്ഞ് ധോനി വന്നപ്പോഴേ റിലേ പോയെന്നാണ് തോന്നുന്നത്. കാരണം അങ്ങനത്തെ രീതിയിലായിരുന്നു. കറക്റ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇതേട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള അത് ധോനിയാണെങ്കിൽ വെച്ച് അനത്തുകയും ചെയ്തു.
എന്തായാലും ഭാഗ്യത്തിന്റെ അവസാന ബോളിൽ എന്തായാലും കിട്ടിയില്ല അങ്ങനെ ഒരു കാര്യം. അപ്പം ധോണിയുടെ ആ ഒരു ഇന്നിങ്സിന് ഒരു എന്താ പറയുന്നത്, ശരിക്കും പറഞ്ഞ ഒരു കോൺട്രിബ്യൂഷൻ, അതായത് അതാണ് കറക്റ്റ് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു നോക്ക് തന്നെയാണ് അത്, കോൺട്രിബ്യൂഷൻ. കാരണം അവസാന ഓവറിൽ ഏകദേശം 22 റൺസ് കൊണ്ടാണ് അവസാനത്തെ ഓവറിൽ എടുക്കുന്നത്, 20 റൺസ്, കറക്റ്റ് 20 റൺസാണ്. ആ 20 റൺസിനാണ് ഇവർ ജയിച്ചെന്നുള്ളതാണ്. അപ്പൊ ധോണി വന്നിട്ട് ആ ഒരു പ്രകടനം നടത്തിയത് കൊണ്ട് മാത്രമാണ് അതാണ് അതിന്റെ ഒരു ഇമ്പാക്ട്, അതാണ് ധോണി കളിച്ചതിന്റെ ഒരു ഇമ്പാക്ട്. അങ്ങനെ വേണം കളിയാവുകയാണെങ്കിൽ അങ്ങനെ വേണം. അപ്പൊ അതെന്തായാലും ഭയങ്കര പ്രശംസനീയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ധോണി. പിന്നെ ഉള്ളത് തിരിച്ച് ഇവിടോട്ട് വരുമ്പോഴത്തേനും, ബോളിംഗ് നിരയിലോട്ട് വരുമ്പോഴത്തേനും എല്ലാവരും നല്ലപോലെ അടി കൊണ്ടു. പക്ഷെ ഇവിടെയും അത് നമ്മൾ അംഗീകരിക്കാതെ ഇരിക്കാൻ കഴിയില്ല. ബുംറയുടെ ബോളിങ് 4 ഓവർ 27 റൺസ്, വിക്കറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും 6.75 എക്കോണമി. അത് വളരെ വലിയൊരു കാര്യമാണ്. കാരണം ബാക്കിയുള്ള എല്ലാവർക്കും നല്ലപോലെ അടി കിട്ടി. പക്ഷെ ആ ഒരു സ്ഥാനത്ത് അദ്ദേഹം നല്ലപോലെ പവർ പ്ലേയിൽ നല്ലപോലെ കൈകാര്യം ചെയ്തിട്ടുള്ളത് മുഹമ്മദ് നബിയാണ്. മുഹമ്മദ് നബി 3 ഓവറിൽ 19 റൺസ്, നല്ല ബ്രില്യൻ്റ് ആയിട്ട് തന്നെ പന്തെറിഞ്ഞു. പിന്നെ ശ്രേയസ് ഗോപാൽ അത്യാവശ്യം നല്ലപോലെ പന്തെറിഞ്ഞാണ്, പക്ഷെ ഒറ്റ ഓവർ കൊടുക്കാനേ കഴിഞ്ഞുള്ളൂ. കാരണം അതിനുശേഷം ശുഭൻ ദുബൈ വന്നു, ശുഭൻ ദുബൈയുടെ കയ്യിലാണ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് പിന്നീട് കിട്ടിയില്ല. അത് തന്നെ ഹർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ഹർദിക് പാണ്ഡ്യയുടെ ബോളിംഗ് പെർഫോമൻസ് ആണെങ്കിൽ അടിപൊളി തോൽവിയായിരുന്നു. പിന്നെ ബാറ്റിങ്ങിന്റെ കാര്യം പിന്നെ അത് നമ്മൾ പറയുമല്ലേ, ബാറ്റിങ്ങിന്റെ കാര്യം നമ്മളെ കൊണ്ട് വരുമോ. പിന്നെ രോഹിത് ശർമ്മ ഔട്ട്സ്റ്റാൻഡിങ് ഒരു ഇത് തന്നെയായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ കൂടെ വേറെ ആരുമില്ല. 23, 0, 31, 2, 13, 1, 4 എന്നൊക്കെയാണ് ബാക്കിയുള്ളവരല്ല. വേറെ ഒരു സപ്പോർട്ടും ഉണ്ടായിട്ടില്ല. ആദ്യത്തെ ഒരു 10-35 ബോളിലൊക്കെ നല്ലപോലെ കളിച്ചെങ്കിലും അവസാനം ഒന്ന് നല്ല രീതിയിൽ പ്രഷർ കയറിയിട്ടുണ്ട്. അത് തന്നെയല്ല, CSKയുടെ പതിരാനെ കൊണ്ടുവന്ന അവന്റെ ഒരു ഇൻഫ്ലുവൻസ് ഭയങ്കരമായിരുന്നു, അല്ലെങ്കിൽ ഇമ്പാക്ട് ഭയങ്കരമായിരുന്നു. ആദ്യത്തെ ഓവറിൽ തന്നെ ഇഷാനെയും അതുപോലെ തന്നെ സൂര്യകുമാർ യാദവിനെ 0-നെ പുറത്താക്കിയത്. സൂര്യകുമാർ യാദവിനെ പെട്ടെന്ന് തന്നെ പുറത്താക്കാൻ കഴിഞ്ഞതാണ് CSK സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ബ്രേക്ക് ത്രൂ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അതിൽ എന്തായാലും പതിരാനയുടെ എല്ലാ ഓവറിലും അദ്ദേഹത്തിന്റെ ആദ്യത്തെ 2 ഓവറിലാണെങ്കിലും വിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല പോലുള്ളൊരു എന്താ പറയുക ഇമ്പാക്ട് പതിരാനെ കൊണ്ട് CSK ടീമിന് ചെയ്യിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് ഋതുരാജ് ഗെയ്ക്വാദ് കൃത്യമായിട്ട് അദ്ദേഹത്തെ യൂസ് ചെയ്തു എന്ന് പറയുന്നതാണ്. കാരണം അവസാനത്തെ 2 ഓവർ വേറെ ഏതെങ്കിലും ബോളറിനാണ് കിട്ടുന്നതെങ്കിൽ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ 5 ഓവറിൽ 70 6 റൺസ് പുഷ്പം പോലെ മുംബൈ അടിച്ചെടുത്തേനെ. പക്ഷെ അവിടെയാണ് മറ്റേ ഷെപ്പേർഡിന്റെ ഒക്കെ വിക്കറ്റ് ഒക്കെ എടുത്തതും അത് പതിരാന ആയതുകൊണ്ടാണ്. അല്ലെ, കാരണം അദ്ദേഹത്തിന്റെ ആക്ഷൻ ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ സൂര്യകുമാറൊക്കെ എനിക്കൊന്ന് ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു പതിരാനെ ഫേസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെതായിട്ടുള്ള പല പ്രോബ്ലംസും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് യൂസ് ചെയ്യാനും അദ്ദേഹത്തെ കൃത്യമായിട്ട് യൂസ് ചെയ്യാനായിട്ട് ചെന്നൈക്ക് പറ്റി. പ്രത്യേകിച്ച് ഋതുരാജ് ഗെയ്ക്വാദിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പിന്നെ രോഹിത് ശർമ്മയുടെ സെഞ്ചുറി അത് ഒന്നും പറയാനില്ല. കാരണം ആ ഒരു ടീമിന് ആവശ്യമായിട്ടുള്ള ഘട്ടത്തിൽ തന്നെ, കാരണം വേറെ ആരും കളിക്കാനില്ലാതായി പോയി എന്നുള്ളതാണ്. കാരണം ഇതൊരു മോശം സെഞ്ചുറി ആണെന്ന് പറയാൻ കഴിയില്ല, അതൊന്നും തുഴഞ്ഞ് തോൽപ്പിച്ചെന്നോ പറയാൻ കഴിയില്ല. കാരണം 61 ബോളിലാണ് 50 സെഞ്ചുറി അടിക്കുന്നത്. അതായത് 10 ഓവറിൽ 100 റൺസ്, അത് ചെറിയൊരു കാര്യമല്ല. അപ്പം അദ്ദേഹത്തിന്റെ കൂടെ വേറെ കളിക്കാനായിട്ട് ആരും ഇല്ലായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു ഇതായിട്ടുള്ളത് കാര്യം. പിന്നെ ക്യാപ്റ്റന്റെ ഇന്നിങ്സ് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, 6 ബോളിൽ 2 റൺസ്, 3 ഓവറിൽ 43 റൺസ് ആയിട്ട് കൊടുക്കുകയും ചെയ്തു. ബാറ്റിങ്ങിൽ വന്ന് എന്തെങ്കിലും കാണിക്കുമോ അതും ചെയ്തില്ല. അങ്ങനെ മൊത്തത്തിൽ ടിം ഡേവിഡ് അത്യാവശ്യം ഒന്ന് തിരികൊളുത്താൻ ശ്രമിച്ചെങ്കിലും കാരണം പെട്ടെന്ന് തന്നെ പുറത്തായി പോയി. അപ്പോൾ എന്തായാലും വളരെ വാശിയേറിയ ഒരു മത്സരമാണ്. പിന്നെ ഇവരുടെ ബോളിങ്ങിലോട്ട് വരുമ്പോഴത്തേന് 14 വിക്കറ്റ് എടുത്തു. ഒരു 5 വിക്കറ്റ് കിട്ടേണ്ട ഒരു പ്രകടനം തന്നെ ആയിരുന്നു. കാരണം മുംബൈയുടെ ഒരു ഹോം ഗ്രൗണ്ടിൽ ഇതുപോലൊരു എൽ ക്ലാസിക്കോ മത്സരത്തിൽ ഇത്ര നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് ഒരു വിക്കറ്റോട് കിട്ടിയായിരുന്നെങ്കിൽ വളരെ നല്ലൊരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് തന്നെയായിരുന്നു പതിരാനിക്ക്. അപ്പോൾ എന്തായാലും അത് നഷ്ടപ്പെട്ടു പോയി. ബാക്കിയുള്ളവരെല്ലാം അത്യാവശ്യം നല്ലപോലെ തന്നെ പന്തെറിഞ്ഞു. പിന്നെ എടുത്തു പറയേണ്ടത് മുസ്തഫിസുർ റഹ്മാനും രോഹിത് ശർമ്മയും തമ്മിൽ ബാറ്റിലാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞു. കാരണം എപ്പോഴും മുസ്തഫിസറാണ് രോഹിത് ശർമ്മയെ വിക്കറ്റിന് മുമ്പിൽ കൊടുക്കാറുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം വളരെ കൃത്യമായിട്ട് രോഹിത് ശർമ്മ അത് കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. മുസ്തഫിസുർ റഹ്മാന്റെ മുമ്പിൽ അല്ലെങ്കിൽ എതിരെ അദ്ദേഹം രോഹിത് ശർമ്മ ആ ഒരു എന്താ പറയുന്നത് ഡോമിനന്റ് ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ മുമ്പിൽ നല്ല രീതിയിൽ തന്നെ അത് ഈ രണ്ടാമത്തെ മുസ്തഫിസറിന്റെ പവർ പ്ലേയിൽ തന്നെ രണ്ടാമത്തെ ഒരു ഓവറിൽ രോഹിത് ശർമ്മ ഒരു 6 അടിച്ചു. ഈ ഓഫിലോട്ട് അങ്ങോട്ട് ഇറങ്ങി ഒരു 6. അതൊന്നും പറഞ്ഞുണ്ടല്ലോ പട്ടയെന്ന് പറഞ്ഞ് ചെവിക്കല്ല് തീർത്ത് അടി കിട്ടുന്ന ഫീല് പോലെ ആയിക്കാണ്. കാരണം അത്രയും മികച്ചൊരു ഷോട്ടായിരുന്നു. 98 മീറ്റർ കൊണ്ടാണ് അത് പോയിട്ടുള്ളത്. അപ്പം അങ്ങനെ കുറച്ച് നല്ല മൊമെന്റുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജയും രോഹിത് ശർമ്മയും തമ്മിൽ ഒരു ബാറ്റിൽ പറഞ്ഞു. പക്ഷേ അവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് രോഹിത് ശർമ്മയുടെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം. എന്തായാലും വളരെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത് രോഹിത് ശർമ്മ. മുംബൈയുടെ എന്തായാലും എപ്പോഴും തോൽവി തന്നെയാണ്. പോയിന്റ് ടേബിളിലോട്ട് വരുമ്പോഴത്തേന് CSK 6 കളിയിൽ 4 ജയവുമായിട്ട് 3-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. മുംബൈ 8-ാം സ്ഥാനത്തോട് ഇറങ്ങിയിട്ടുണ്ട്. 6 കളിയിൽ 2 ജയവും
4 തോൽവിയായിട്ട് 8ാം സ്ഥാനത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെ മികച്ച രീതിയിലാണ് പോയിന്റ് ടേബിളൊക്കെ പൊക്കോണ്ടിരിക്കുന്നത്. എന്തായാലും എൽ ക്ലാസിക്കോടെ എല്ലാവിധ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തു എന്നുള്ളതാണ് ഈ മത്സരത്തിന്റെ മറ്റൊരു ഒരു കാര്യം തന്നെ. എന്തായാലും എൽ ക്ലാസിക്കോ എപ്പോഴും എൽ ക്ലാസിക്കോ തന്നെയാണ്. അത് CSK മുംബൈയും തമ്മിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് എന്തായാലും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.